ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ. വിസ്മയ വിജയത്തിനൊടുവിൽ വി.ഡി. സതീശൻ സർക്കാരിന്റെ അധികാരാരോഹണം. മാറ്റം കൊതിച്ച ജനതയ്ക്ക് മാറ്റത്തിന്റെ പൂക്കാലമെന്ന് സർക്കാരിന്റെ ഉറപ്പ്. ഒരു പുതുയുഗ കേരളത്തിന് തുടക്കമിടാൻ വേണ്ടിയിട്ടാണ് UDF വരുന്നത്. അത് ഞങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമല്ല, നിങ്ങളുടെ കൂടി ഉത്തരവാദിത്വമാണ്, മാധ്യമങ്ങളുടെ കൂടെ ഉത്തരവാദിത്വമാണ്. നിർഭയം ആ ഉത്തരവാദിത്വം തുടർന്ന റിപ്പോർട്ടർ വിസ്മയ സർക്കാരിലെ ആദ്യ വിവാദ നീക്കം പുറത്തെത്തിച്ചു. KPCC അധ്യക്ഷനും വൈദ്യുതി മന്ത്രിയുമായ സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ സ്വന്തം അളിയൻ ബെന്നി തോമസിന് നിയമനം. നിമിഷ നേരം കൊണ്ട് ഈ ബന്ധുനിയമന ആരോപണം ആളിക്കത്തി. ആദ്യം മിണ്ടാതിരുന്ന സണ്ണി ജോസഫും പാർട്ടിക്കാരും പിന്നെ ന്യായീകരിച്ചു നോക്കി. പേഴ്സണൽ സ്റ്റാഫ് എന്ന് പറയുന്നത് അതിനെന്തെങ്കിലും പ്രത്യേകമായ യോഗ്യതാ മാനദണ്ഡമോ അയോഗ്യതാ മാനദണ്ഡമോ നിയമപരമായിട്ട് എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. ഏതു സമയത്തും വാചാലനാകുന്ന മുഖ്യൻ പക്ഷേ മൗനം പരിചയാക്കി. വിവാദത്തിയിൽ പക്ഷെ സർക്കാർ മുട്ടുമടക്കി. വാർത്ത പുറത്തുവന്ന 7-ാം നാൾ ആദ്യ വിക്കറ്റ് വീണു. ബെന്നി തോമസ് പദവിയൊഴിഞ്ഞു. വഴിവിട്ട നീക്കം പിന്നെയും മുറ പോലെ വിടാതെ പിന്തുടർന്ന് റിപ്പോർട്ടറും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ സംശയമുനയിലുള്ള സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി കോടതിയിലും പുറത്തും വാദമുഖങ്ങൾ നിരത്തിയ KB പ്രദീപിന് ഇരുചെവിയറിയാതെ ഗവൺമെന്റ് പ്ലീഡറായി നിയമനം. ആ വിവാദ നിയമനവും റിപ്പോർട്ടറിലൂടെ പുറത്തേക്ക്. നിമിഷനേരം കൊണ്ട് വാർത്ത പടർന്നു. പ്രതിപക്ഷം ആയുധത്തിന് മൂർച്ച കൂട്ടി. പ്രതിഭാഗത്തിന് വേണ്ടി വാദിച്ച ഒരാളെ ഗവൺമെന്റിന്റെ വക്കീലായിട്ട്, പ്രത്യേകിച്ചും ദേവസ്വത്തിന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ എടുത്തൊരു തീരുമാനം എന്നുള്ളത് അത് അങ്ങേറ്റം നിഗൂഢ നിറഞ്ഞ ഒരു കാര്യമാണ്. വിചിത്ര ന്യായീകരണം പറഞ്ഞ് തലയൂരാനായിരുന്നു മന്ത്രിയുടെ ആദ്യ ശ്രമം. പ്രതിയുടെ ദൗർബല്യങ്ങൾ അറിയാവുന്ന ഒരു വക്കീലാണല്ലോ, നല്ല കാര്യം. രക്ഷയില്ല. റിപ്പോർട്ടർ വാർത്ത നൽകി 24 മണിക്കൂറിനുള്ളിൽ വീണ്ടും സർക്കാരിന്റെ യൂട്ടേൺ. 2-ാം വിക്കറ്റും വീണു. സ്പെഷ്യൽ പ്ലീഡർ KB പ്രദീപിനെ മാറ്റിയിരിക്കുന്നു. റിപ്പോർട്ടർ ബിഗ് ഇംപാക്ട്. KB പ്രദീപിന്റെ രാജി വി.ഡി. സതീശൻ ചോദിച്ചു വാങ്ങി. ഇത് വളരെ എവിഡന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ? അത് റിപ്പോർട്ടർ TV റിപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിലോ? ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.